സോ നമ്മൾ ഹൂ നോസ് മീ ബെറ്റർ ആണ് കളിക്കാൻ പോകുന്നത്. സെൽഫ് റെസ്പെക്ട് ഉണ്ടോ? അവള് പിച്ച തരുന്ന മാർക്ക് നിനക്ക് വേണം. എനിക്ക് പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഇപ്പവേ കണ്ണക്കെട്ടത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഗെയിം കളിക്കാൻ പോവുകയാണ്. ഇതുവരെ ആരും കളിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി ഗെയിം. സോ നമ്മൾ ഹൂ നോസ് മീ ബെറ്റർ ആണ് കളിക്കാൻ പോകുന്നത്. രണ്ടെണ്ണം അവിടെ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ടെന്ന് കാണാം. Guys, please cooperate. So let's start and once again welcome back to my channel. So guys, let's start with the first question. What is my dream travel destination? Paris. You? Random തെറ്റാ. So my dream destination is Dubai. Seriously? പക്ഷേ ഞാൻ വിചാരിച്ചു it's not Dubai. It's Dubai. Seriously, it's Dubai. ഞാൻ അത്ര ചോക്ലേറ്റ് കൊണ്ടുവരാം. What is your dream destination? എനിക്ക് വേൾഡ് ഫുൾ വളരെ ഗംഭീരമായി നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കും. ക്വസ്റ്റ്യൻ ഈസ് സിമ്പിൾ ആണ്, അറിയണം. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ? രണ്ടുപേരും ഓക്കെ ആണോ? പറ. என்ன ஒரு ஆனந்தம் அந்த கரடி முஞ்சனுக்கு. ഞാൻ എപ്പോഴെങ്കിലും വേറെ ഇഷ്ടമാണ് നിന്നോട് പറയുന്നത്. അത് ഷുഗർ ഡയറ്റിൽ ഉള്ളപ്പോഴായിരിക്കും. ഇഷ്ടമല്ലെന്ന് ഞാൻ പറയത്തില്ല, ഇപ്പോഴത്തേക്ക് വേണ്ടെന്ന് ഞാൻ പറയുകയാണ്. What is my favorite? Seriously guys, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പല സ്വപ്നത്തിൽ കണ്ടറിയും. ഞാൻ ഒരിക്കലും ചോക്ലേറ്റ് ഇഷ്ടമല്ലാതെ പറഞ്ഞിട്ടേ ഇല്ല. സീരിയസ്, ഐ എം അഡിക്റ്റ്. ചോക്ലേറ്റ് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഇഷ്ടമല്ലാന്ന് വിചാരിച്ചാണ്. വാനില ഇറ്റ്സ് നോട്ട് മൈ തിങ്. വാനില, സ്ട്രോബെറി അതൊന്നും എനിക്ക് സ്ട്രോബെറി ഇഷ്ടമില്ലാതെ എനിക്കറിയില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓക്കെ. സോ ഫസ്റ്റ് നിങ്ങൾ പോയിന്റ് ഓർത്ത് സൈഡിൽ ജസ്റ്റ് നോട്ട് ചെയ്യാം. പോയിന്റ് എത്രയാണ്? 0 0 1 good one. Oh, nice. Okay, so ഗെയിം വളരെ അതിഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗെയിം കളിക്കാന്ന് പറഞ്ഞു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ചൈൽഡ്ഹുഡ് TV show I still enjoy watching? ആണോ എന്നോട് ചോദിക്കരുത്. യു ജസ്റ്റ് മിസ്റ്റർ ബീൻ ഓർ ടോം ആൻഡ് ജെറി? രണ്ടുമല്ല. ഡോറിമോൻ ആൻഡ് ഷിൻചാൻ. സീരിയസ്ലി ഐ എം എ ഡോറിമോൻ ആൻഡ് ഷിൻചാൻ ഫാൻ. രണ്ട് സാധനം ഇഷ്ടമല്ല. എനിക്ക് രണ്ടും ഇഷ്ടമല്ല. നിങ്ങൾ എന്ത് തന്നെ കൈ കൊടുത്ത്
എനിക്ക് രണ്ടും ഇഷ്ടം. ഷിൻചാൻ ആക്ച്വലി കണ്ടിട്ടില്ല, എനിക്ക് ഹിന്ദി മനസ്സിലാവില്ല. അല്ല തമിഴില് കണ്ടുപോകണം ഷിൻചാൻ. എനിക്ക് നല്ല തഗ്ഗിലെ പിന്നെ തഗ് കോമഡിയാണ് ഷിൻചാൻ അടിക്കുന്നത്. കാർട്ടൂൺ എനിക്ക് ഇഷ്ടമാണ്. ഡോറേമോൻ എനിക്ക് വേറെ ഒരു കാർട്ടൂൺ അത്ര മിസ്റ്റർ ബീൻ ഇഷ്ടമാണല്ലോ. ബട്ട് ഇറ്റ്സ് നോട്ട് മൈ ഐ ആസ്ക് മൈ ഫേവറേറ്റ് ഗൈസ്. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം പവർ റേഞ്ചേഴ്സ് കണ്ടിട്ടുണ്ടോ? അത് ഇനിയിപ്പോ ഒരു എസ് നെക്സ്റ്റ് ഗൈസ് അടുത്തത് തുടങ്ങാം. ക്ലാഷ് വരണ്ട, നമുക്ക് അടുത്ത. വാട്ട് ഈസ് മൈ പ്രിഫേർഡ് ലവ് ലാംഗ്വേജ് ദാറ്റ് എക്സ്പ്രസ് മൈ അഫെക്ഷൻ ടുവേർഡ്സ് സമൺ? Okay ആണോ? Tell me. ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതെന്തോന്ന് സംഭവം അറിയോ? അത് സ്റ്റോറി இப்பவே கண்ணை கட்டுது. എന്റെ വാനിലേക്ക് പോരാ അല്ല ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ അല്ല ഞാൻ അന്ന് പറഞ്ഞത് എനിക്ക് ഒരാളോട് അത്ര കംഫർട്ടായി കഴിഞ്ഞാൽ യൂഷ്വലി ഞാൻ തമിഴ് സംസാരിക്കും. ഇടയ്ക്ക് സനിയോട് തമിഴിൽ സംസാരിക്കും. അവള് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് മൈ ലവ് ലാംഗ്വേജ്. അവർക്ക് ലവ് ലാംഗ്വേജ് അറിയോ? അപ്പൊ എനിക്കൊരാൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരാളോട് ഇത് ചെയ്താൽ അതിനർത്ഥം എനിക്ക് അയാൾ ഇഷ്ടമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായ കൊച്ചിന്റെ ക്വസ്റ്റ്യൻസ് മനസ്സിലാവാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല ഗൈസ്. ഓക്കെ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരടുത്ത് ഈ രീതിയിൽ എന്റെ ലാംഗ്വേജ് ഇതാണ്. ഞാൻ സംസാരിക്കത്തില്ല, പക്ഷെ ഇതുവഴി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ സ്റ്റെഫി ഹർ സെൽഫ് ആയിരിക്കും. അവൾ ഭയങ്കര ചാടിക്കുട്ടി ഓക്കെ ഫൈൻ. അവള് തന്നെ ആയിരിക്കും. അവൾക്ക് അവളതായിട്ടുള്ള ചിരിയൊക്കെ അവള് ഫിസിക്കൽ ടച്ച്. Oh my God! Wow! That is so true. കാരണം എനിക്ക് ഒരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഐ വിൽ എക്സ്പ്രസ് ഇറ്റ് ത്രൂ മൈ ഹഗ് ചെയ്യുക, അയാളുടെ കൂടെ എപ്പോഴും ഇങ്ങനെ പട്ടിയിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഹെയർ ഒക്കെ ഇങ്ങനെ തലോടുക, അതൊക്കെ ഞാൻ ചെയ്യും. അത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഐ ലവ് യു. ഇനി കുറച്ച് believe yourself ആവാലോ. If I could choose a superpower, what it would be? അതെന്തേലും പറ. Okay, പറ. ഓപ്പോസിറ്റ് ആളുടെ ഇന്റൻഷൻ എന്താണ്, മനസ്സ് അവരുടെ ഇന്റൻഷൻ മനസ്സിലാക്കി, മൈൻഡ് റീഡിങ്. ഞാനാണെങ്കിൽ ഇൻവിസിബിൾ ആയിട്ട് പോകാനോ. You got me. എനിക്ക് സൂപ്പർ പവർ Yeah, I will do that. And of course, എനിക്കൊരു സൂപ്പർ പവർ കിട്ടാൻ I will ask. എനിക്ക് ഇൻവിസിബിൾ ആകണം. എത്രയാണ് സ്കോർ? 2 1. Okay. റീഡിങ് അറിയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ഉത്തരം പറഞ്ഞേനെ. സത്യമില്ല, അത് ഭയങ്കര സംഭവമല്ലേ. Question. The person whose music I listen whenever I am feeling sad. Okay. Ilayaraja. She got me. Ilayaraja. For A. Rahman song. A. Rahman song കുറച്ചുകൂടെ യുവന്റെ അടുത്തോട്ടാ പോകണം. ഞാൻ ഇളയരാജ സോങ് സങ്കടം വരുന്നത് നീ ആരടുത്തോട്ടാ പോവാ? കാശിന്റെ എടുത്തോട്ടു. தம்பி காமெடி வேண்டாம், நான் சொல்லிட்டேன். நானு காமெடி பண்ணாதன்னு சொல்லியிருக்கேன் நானு. ചോദിച്ചു പോയത്. It's okay lah. It's okay. Life happens. Shit happens. ചോദിച്ചു. Okay guys. 3-1. 8 What a frustration. What is my favorite movie genre? Crime thrillers or rom-com. Actually, രണ്ടുപേർക്കും ഞാൻ സ്കോർ കൊടുക്കും. ബിക്കോസ് എനിക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ക്രൈം ത്രില്ലേഴ്സും ഒന്ന് റോംകോമും. നിനക്ക് സ്കോർ ഉണ്ട്. അവൾക്ക് ഏറ്റവും അന്ന് ഞാൻ മെസ്സേജ് കൊണ്ട് പറഞ്ഞു നമുക്ക് റോംകോം ഇഷ്ടം. അതെ, ആക്ച്വലി രണ്ടുപേര് റോംകോം കാണിച്ചിട്ടുണ്ട്. ഞാനാണ് പക്ഷെ കൂടുതൽ ആപ്റ്റായിട്ട് വന്നു. പക്ഷെ ഒരാൾക്ക് ഒരു സ്കോറേ ഉള്ളൂ. കുഴപ്പമില്ല. ഞാനാണ് ആപ്റ്റായിട്ട് വന്നത്. Okay, fine. നിനക്ക് അപ്പൊ ഓക്കെ.
അവിടെ രണ്ടുപേർക്ക് score ഉണ്ട്. score ഉണ്ട്. കരയില്ലേ? What is my favorite style when it comes to outfits? ഓൾഡ് മണി ഔട്ട്ഫിറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈൻഡ് ഓഫ് രീതിയിൽ ഡ്രസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടം. ദാറ്റ്സ് മൈ ഫേവറേറ്റ് സ്റ്റൈൽ. അല്ലെങ്കിൽ കേട്ടുണ്ടോ എന്ന് തോന്നുന്നു. കേട്ടിട്ടുണ്ടോ? ഓക്കെ ഫൈൻ. ഇത് നിങ്ങൾക്ക് അറിയാമോ? കൈൻഡ് ഓഫ് നിങ്ങളുമായിട്ട് റിലേറ്റ് നമ്മൾ മൂന്നുപേരുമായിട്ട് റിലേറ്റ് ആയിട്ട് കാര്യം. വാട്ട് ടൈം ഡു ഐ നോർമലി ഗോ ടു ബെഡ് ആൻഡ് വേക്കപ്പ്? നോർമലി ആണ് സാധാരണ ഒരു റൂട്ടീൻ ഉള്ള ദിവസം. when I usually ഫസ്റ്റ് പറ 10-11 മണി തുടങ്ങും. And after 8 ആഫ്റ്റർ 8 hour ആവും. 8 to 8, 7, 8. ടൈം പറ. നീ എത്രയാ പറഞ്ഞേ? 8 o'clock, 9 o'clock. എനിക്ക് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ദിസ് ഇസ് റൈറ്റ്. 10 to 11 ഇടയിൽ സ്റ്റെഫി ഉറങ്ങാൻ പോവും. 6 to 8 ഇടയിൽ വേഗം ബ്രേക്ക്. ഞാൻ 8 എന്ന് പറഞ്ഞത് നീ 6 to 8 എന്നാ പറഞ്ഞ. സോ യൂഷ്വലി അറ്റ്ലീസ്റ്റ് നീ 7 to 8 പറഞ്ഞിരുന്നെങ്കിൽ പോലും ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ നീ 8 to 9 ആണ് പറഞ്ഞത്. സോ രാവിലെ ഉണ്ടെങ്കിൽ ഒരാൾ 9 മണിക്ക് എണീക്കുന്നത്. ഞാൻ അതല്ലേ പറഞ്ഞു. സെൻസ് ഉണ്ടോ? പറഞ്ഞില്ല റൂട്ടീൻ ഉള്ള ദിവസം ഞാൻ എടുത്ത് പറഞ്ഞില്ലേ? വിവരമുണ്ടോ? ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്? ഈ എല്ലാം തിന്നണ നീ ഫേവറേറ്റ് ഒക്കെ ചോദിച്ചാലോ സ്റ്റെഫി? അതിലൂടെ പ്രസക്തി. എനിക്കൊരു ഫേവറേറ്റ് ഫുഡ് ഉണ്ട്. എവറി ടൈം ഐ ഗോ ടു എ റെസ്റ്റോറന്റ് ഐ ആസ്ക് ഈ ഫുഡ് ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും. അങ്ങനെ മിക്കവാറും ഞാൻ കയറുന്ന റെസ്റ്റോറൻറ്റ് ഞാൻ മിക്കവാറും റെസ്റ്റോറൻറ്റിൽ പോകുന്നതിന് ഈ ഫുഡ് കഴിക്കാനായിരിക്കും. ബിരിയാണി ഓക്കെ. ഫ്രൈഡ് റൈസ് രണ്ടുമല്ല. ஏமாத்தி போட்டாங்க பெரியப்பா, நல்லா நம்ப வச்சு மோசம் பண்ணிட்டாங்க பெரியப்பா. പനീർ ബട്ടർ മസാല ആൻഡ് ബട്ടർ നാൻ. എന്റെ ഞാൻ സംഭവം Naan, like butter naan or garlic naan or any kind of bread and paneer butter masala. That's my favorite food. So what is the difficult conversation that I've been avoiding every day? ഈ ടോപ്പിക്കിനെ പറ്റി ആരെങ്കിലും കൈൻഡ് ഓഫ് എനിക്ക് എത്ര ക്ലോസ് ആൾക്കാർ ഈ ടോപ്പിക്കിനെ പറ്റി എന്നോട് സംസാരിക്കാൻ വരുമ്പം ഐ യൂസ് ടു അവോയ്ഡ് അല്ലെങ്കിൽ ഐ വിൽ സേ നോ ദാറ്റ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക് അബൌട്ട് ദിസ്. അങ്ങനെ ഒരു ഇത് പറയും. എന്താ പറയാ? മാരേജ് ഏതൊന്ന് പറ. മാരേജ് ഞാനാണെങ്കിൽ അബൌട്ട് യുവർ ഹെയർ കിട്ടിയത് The answer is marriage. അങ്ങനെ ഹെയർ വെട്ടിയ അല്ല ഹെയർ വെട്ടാനെ പറ്റി അവള് കല്യാണം കഴിക്കാൻ വേണ്ടി മുടി കിട്ടുന്നപ്പോൾ ഇങ്ങനെ ഇവിടെ കഷ്ടത ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ആലോചിക്കും. ഇതല്ല ഇത് കുറച്ചും കൂടെ പാടായിരിക്കും എന്ന് വിചാരിക്കും. അവർക്കത് മാത്രം അറിയാം. എന്തായാലും ഞാൻ അതല്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഇഷ്ടം ഞാൻ പറഞ്ഞല്ലോ. എന്തോടാ തമിഴോ മലയാളം കാരണം ഞാൻ പറയാം മുടി വെട്ടിനെ പറ്റി പറയുന്ന ഹെയറിന്റെ കാര്യം. ഹെയർ കട്ട് ചെയ്ത് ഞാൻ ഒരു ടോപ്പിക് സംസാരിച്ചാൽ അവിടെ നിന്നിട്ട് പോകത്തില്ല. ഞാൻ തർക്കിച്ച് സംസാരിക്കും. ബിക്കോസ് ഞാൻ എന്റെ ഇഷ്ടം മുടി വെട്ടിയത്. പക്ഷെ മാരേജ് അങ്ങനെയല്ല. ആരെങ്കിലും കല്യാണക്കാരെ സംസാരിച്ചാൽ ഞാൻ അവിടെ നോക്കും. അല്ലെങ്കിൽ ഐ വിൽ സേ നോ ആൻഡ് അവോയ്ഡ് മാക്സിമം. സോ എനിവേ എത്രയാണ് സ്കോർ? 2. What's the one thing I want from a guy whom I wish to be my future partner? എന്റെ ഫ്യൂച്ചർ പാർട്ണറിൽ നിന്ന് എനിക്ക് ഈ ഒരു സാധനം വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? സ്നേഹം. വലിയ കാര്യത്തിൽ ബോറെടുത്ത് സ്നേഹോ? ഓക്കെ ജസ്റ്റ് അയാളുടെ ടൈം എടുക്കുന്നു പറഞ്ഞാൽ വൺ തിങ് ഐ വാണ്ട് ഹിം ടു ഗിവ് മീ യുനോ ആ പുള്ളി എനിക്കത് തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. റെസ്പെക്ട് ആൻഡ് കെയർ. കെയർ, റെസ്പെക്ട്. റെസ്പെക്ട്. അത് അവൾക്ക് നീ അവള് റെസ്പെക്ട് എന്ന് പറഞ്ഞ് നീ കൈയടിച്ചതിന് ശേഷമാണ് ഞാൻ ഓക്കെ ഫൈൻ.
റെസ്പെക്ട് ഉണ്ടോ? അവള് പിച്ച തരുന്ന മാർക്ക് നിനക്ക് വേണം. അവളീ കളി ജയിച്ചാ എനിക്ക് ഔദാര്യം. അതെ, നിനക്ക് സെൽഫ് റെസ്പെക്ട് വേണം. നീ ജയിച്ചു കാണിച്ചൂടാ. അവള് തരുന്ന ജയിച്ചാലും കുഴപ്പമില്ല. ആ റെസ്പെക്ട് ഞാൻ പറഞ്ഞു, പക്ഷെ കുഴപ്പമില്ല. അതെന്താണ് അവൾ എടുത്തെങ്കിൽ ഞാൻ പറഞ്ഞോണ്ടല്ലോ ഒക്കെ പോയിന്റ് എടുക്കും. എനിക്ക് വേണ്ടെന്നാ പോയത്, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ പോയിന്റ് ഇല്ലാത്ത ഇത് എന്തുവായത്? ചുമ്മാ പറഞ്ഞ ചുമ്മാ ഔദാര്യം. ഐ നോ സെൽഫ് റെസ്പെക്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മോർ ദാൻ ഹെർ ഐ നോ. റെസ്പെക്ട് ഇല്ലാത്തത് എന്തില്ലാവും, എന്ത് കെയറിങ് എന്താ? അതാണ് അറിഞ്ഞോട്. റെസ്പെക്ട് കംസ് ഫസ്റ്റ്, ലവ് ആൻഡ് കെയർ കംസ് നെക്സ്റ്റ്. சொல்றா இதெல்லாம் நான் சொன்னா சிரிச்சிருவாங்கப்பா. நான் சொன்னா மட்டும் Important lesson, like life lesson that I have learned recently. നീ ഇഷ്ടപ്പെടുന്ന ഒരാള്, അല്ലെങ്കിൽ നീ ഒരു കൊടുക്കുന്ന ഒരാള്, നീ സ്നേഹിക്കുന്ന ഒരാള്, അവര് തന്നെ നിന്നെ കുറച്ച് മോശം പറയും. അതായത് നമ്മളൊരാളെ എത്ര ട്രസ്റ്റ് ചെയ്താലും ഇപ്പൊ എനിക്ക് നേരത്തെ എക്സ്പെക്ട് ഇപ്പൊ ഞാൻ നീ ഉണ്ട്. ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ നിന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ്, ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ ഫ്രണ്ടാണ്. പക്ഷെ മാറി ഇന്ന് ഞാൻ നിന്നെ കുറച്ച്, അല്ലെങ്കിൽ നിന്നെ കുറച്ച് ഞാൻ വെറും വൃത്തിയായിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. ഡോണ്ട് ട്രസ്റ്റ് ചെയ്യും. ഇവിടെ നിൽക്കുന്നവരായാലും നിന്നെ കുറച്ച് മോശം ഒരു മയിലിനെ നമ്പർ ഭയപ്പിടിച്ചിട്ടാ. അല്ലെ, സത്യം പറഞ്ഞ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറഞ്ഞത് പറഞ്ഞാണ്. എന്നോട് ഞാൻ ഒറ്റ അതല്ല, എനിക്ക് അവസരം തന്നില്ല. ഞാൻ ഇങ്ങനെ കാണുന്നതിന് മുമ്പ് ഇതായിരുന്നല്ലോ ആൻസർ. അതെ അതെ, നിനക്ക് ടൈപ്പ് ആയോ? ഇത്രയും ടൈപ്പ് ആയിരുന്നല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ഒറ്റ വരിയിലത് പറഞ്ഞു. അവള് പറഞ്ഞല്ലോ എത്ര ടൈപ്പ് ചെയ്യാൻ. എടാ, ആരും വിശ്വസിക്കരുതെന്ന് പറഞ്ഞാൽ ഒരുപാട് രീതികളുണ്ട് അതില്. പക്ഷെ ഇവള് കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞു, നമ്മള് ട്രസ്റ്റ് ചെയ്യുന്ന ആൾ നമ്മളെ ഒരു മോശം സംസാരിക്കുമെന്ന്. ഈ കഥ ഞാനാണോ പറഞ്ഞു കൊടുക്കുന്നത്? എന്നിട്ട് ഞാൻ ഇത്ര മാസം ലൈൻ കട്ട്, ലൈൻ കട്ട്. ഞാൻ ന്യായത്തിന്റെ അവസാനം ആ ഡൈലോ അടിക്കല്ലേ മോളെ, എല്ലാ പ്രശ്നം. അയ്യോ സോറി. സീരിയസ്ലി ഇവള് പറഞ്ഞാണ് കറക്റ്റ്. എടാ, നീ പറഞ്ഞ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ഞാനവിടെ ബെഡ് വെച്ചും കൂടെ പറഞ്ഞു. ഒരു മരുന്ന് വിശ്വസിക്കരുതെന്ന് പറഞ്ഞ സത്യമാണ്. പക്ഷെ ഞാൻ റീസെന്റ് എന്ന് പറഞ്ഞല്ലോ. ബിഗ് ബോസ് എനിക്ക് പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടില് പോണം. ഞാൻ ബിസിനസ് എന്നെ പറ്റി നിങ്ങൾക്ക് അറിയോടാ? ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പറഞ്ഞില്ലല്ലോ. என்னை வச்சு ஒன்னும் காமெடி கிமெடி பண்ணலையே. I'll do the beat back. Come on. Just come and dance with me. എന്റെ കുറച്ച് ഫ്രണ്ട്സ് വിളിക്കുകയാണ്, ലെറ്റ്സ് ഗോ ടു ബീച്ച്. കുറച്ച് പേര് വിളിക്കുകയാണ്, ലെറ്റ്സ് ഗോ ടു മൗണ്ടെയിൻ, ലൈക്ക് മലകൾ കുന്നുകൾ കാണാൻ പോവാന്ന് വിളിച്ചു. ഞാൻ ഏത് ചൂസ് ചെയ്യും? വിത്തൗട്ട് എനി ഡൗട്ട് ഞാൻ ഏത് ചൂസ് ചെയ്യും? ഓ, ബീച്ച്. ബീച്ച് കലയായിക്കോട്ടെ, ആശ്വസിപ്പിക്കല്ലേ. കലയാക്കലേ, കലയാക്കി.
സത്യം ആലോചിക്കണ കൊള്ളറ കലയെ പോയി So BH is the right answer, guys. എന്നെ കൊണ്ട് എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. എനിക്ക് കാശ് ചാടി എണീച്ചറിയാം. വിഷമുണ്ടെങ്കിൽ വിഷമുണ്ടെന്ന് അറിയും. Guys, we are winding up this video with the last question. ഒരു പോസിറ്റീവ് നോട്ടോട് കൂടി തീരേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് എൻ്റെ ലൈഫിൽ എന്തൊക്കെ ലൈക്ക് പ്രോബ്ലംസ് ഓഫ് കോഴ്സ് വരുമല്ലോ, വരുമ്പോഴൊക്കെ ഞാൻ തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ മൈൻഡിലോട്ട് വരുന്ന ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഉണ്ട്. എന്താണ് ഞാൻ നിങ്ങളോട് മിക്കവാറും പറയാറുണ്ട് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ എടാ യാ ആ സെന്റൻസിനെ വെച്ച് ഞാൻ പറയും നിങ്ങളോട്. ഈവൻ മൈ ഫ്രണ്ട് ഈ ലാസ്റ്റ് ടൈം വിളിച്ചപ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം റീസെന്റ് ഞാൻ പറഞ്ഞില്ല, ഐ ഹാഡ് എ പ്രോബ്ലം. അത് ഉണ്ടായ സമയത്ത് പോലും ഐ ടോൾഡ് ഹിം. ഇംഗ്ലീഷോ മലയാളം? അത് ഞാൻ ഇംഗ്ലീഷാണ് കേട്ടിട്ടുള്ളത് കൂടുതലും, മലയാളത്തിലും പറയാം, എല്ലാ ലാംഗ്വേജിലും പറയാം. ഉള്ളൊരു കോട്ടാണല്ലേ. Sit properly, guys. Yeah. Be yourself. Is that your answer? Just ignore it. Be yourself. Be yourself. Okay. എൻ്റെ അടുത്താണെങ്കിൽ ലൈഫ് എന്തായാലും മറക്കേണ്ടതാണ്. സോ അതിനെക്കുറിച്ച് ബോധറാവാതെ പോകാനായിട്ട് I need that quote. It's a quote. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ലൈഫ് ഈസ് എ സോങ് അല്ല ലൈഫ് ഈസ് എ ലൈഫ് ഈസ് എ റിവർ ഫ്ലോ ഇട്ടെന്നോ സിംഗ് സോങ് സിംഗ് അലോങ് ഇട്ടെന്നോ അങ്ങനെ എന്തെങ്കിലാണോ? ഞാൻ പറയട്ടെ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഞാൻ എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും ഞാൻ എപ്പോഴും മൈൻഡ് തിങ്ക് ചെയ്യണം, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ആരൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് പോയാൽ പോലും ഞാൻ വീട്ടിലേക്ക് ഓക്കെ ഈ കാരണം കൊണ്ടായിരിക്കും അവർ ലൈഫിൽ നിന്ന് പോയത്. പിന്നീട് ചിലപ്പം അവർ പോയി കഴിയുമ്പോഴായിരിക്കും ലൈഫിൽ ഒരു നല്ല കാര്യം നടക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുക അവർ പോയത് നന്നായി, സോ ഈ റീസണ് വേണ്ടിയാണ് അവർ പോയത്. സോ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അതാണ് എപ്പോഴും എന്ത് പ്രോബ്ലം വന്നാലും എൻ്റെ മൈൻഡിൽ പ്രോബ്ലം നിൽക്കും. ഓക്കെ, നീ ഓർത്ത് വെച്ചിരുന്നോ? സ്കോർ ചെയ്തിരിക്കുകയാണ് 1 മാർക്ക്. നമ്മളുടെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ വിജയി ആരാണ്? നിങ്ങൾ സ്കോർ പറഞ്ഞു. സോ സനയ്ക്ക് 7 പാർവതിക്ക് 5 So obviously Sana is the winner of today's episode. Okay guys, so that's all about today's video. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. So until then, it's Steffi, Sana and Parvati winding off. So don't forget to subscribe my channel, like the video and share the video, and don't forget to comment. Bye guys. Bye.